ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കഴിഞ്ഞ നാളില് ആഫ്രിക്കയില് കെനിയയില് ഞങ്ങളുടെ വലിയ ശുശ്രൂഷ കേന്ദ്രങ്ങളുണ്ട്. അപ്പം അവിടെ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് ഇന്നും എൻ്റെ പ്രിയരെ, അവിടെ ധ്യാന ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ദൈവജനം, അവിടുത്തെ ശുശ്രൂഷ, ഇതിനെയൊക്കെ കണ്ട് ഞാൻ വളരെ ആശ്ചര്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്നീ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ പിന്നിൽ ദൈവകരമാണ്. ഈ പ്രദേശം കെനിയയിൽ തീക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തീക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ലാൻഡാണ്. ആ പ്രദേശം ഒരു വല്ലാത്ത മരവിപ്പിൻ്റെ ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മര്യാദയ്ക്കുള്ളൊരു ജീവിതം തന്നെ സാധ്യമല്ലെന്ന് പലരും വിധി എഴുതിയ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാർ, ഇവിടുന്നൊക്കെ പോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, അവരവിടെ ചെന്ന് അവരവിടെ ഒരു ധ്യാന ശുശ്രൂഷ കേന്ദ്രം ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചേ, മലയാളികളായിട്ടുള്ളവർ മറ്റൊരു ദേശത്ത്, മറ്റൊരു കൾച്ചറ്, മറ്റൊരു ജീവിത സാഹചര്യം, അവിടെ ചെന്നൊരു ധ്യാന ശുശ്രൂഷ കേന്ദ്രം. ധ്യാന ശുശ്രൂഷയുടെയൊക്കെ ആരംഭ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ ആ മണ്ണിൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ 24,000 പേര് വന്ന് ധ്യാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടെ നിന്നിരുന്ന 1-2 അച്ഛന്മാരൊക്കെ ചിരിച്ചു. കാരണം ഇവിടെ ഇപ്പം മര്യാദയ്ക്ക് ആരും തന്നെ ഇല്ല, പിന്നെയാണ് 24,000 പേര്. പക്ഷേ കണ്ണും പൂട്ടി വേറെ 1-2 അച്ഛന്മാർ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയരെ, ശുശ്രൂഷാ കേന്ദ്രം വളർച്ച അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആ ദേശമാണ്. ഇവര് അവിടെ ഒരു ഷെഡ് പണിയാൻ വേണ്ടി തന്നെ കൊണ്ടുപോയിട്ടിരുന്ന കമ്പിയും കല്ലും മണ്ണും എല്ലാം നാട്ടുകാർ വാരിക്കൊണ്ടുപോയി. അതാണ് ആ സ്ഥലത്തിൻ്റെ അവസ്ഥ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ദുരിതം പിടിച്ച അവസ്ഥ. ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്, സുരക്ഷിതത്വം അത്രമേൽ ഇല്ല എന്ന് സ്വയം തോന്നിപ്പോകുന്ന അവസ്ഥ. എന്നാൽ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ രാത്രി പ്രാർത്ഥനയ്ക്ക് വരുന്ന ദൈവജനത്തിൻ്റെ എണ്ണം എത്രയെന്നറിയോ? കഴിഞ്ഞ മാസത്തിലെ രാത്രി പ്രാർത്ഥനയ്ക്ക് വന്നത് 24,000 പേര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയോ ഈ വർഷം ജനുവരി 1-ാം തീയതി പുതുവത്സരം ആഘോഷിക്കാൻ അവിടെ തടിച്ചുകൂടിയ ജനത്തിന്റെ നമ്പർ അറിയോ? 53,000 കസേരയാണ് അവിടെ ഇട്ടത്. എത്ര കസേര? 53,000 കസേര. ആ ഡയറക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ കസേര നമുക്ക് വാങ്ങി ഇവിടെ ഇടാൻ സ്ഥലമില്ല അച്ഛാ, സ്ഥലമില്ല. നമ്മുടെ ഇവിടുന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരാരും തന്നെ വലിയ ഡോക്ടറേറ്റ് നേടിയവരും വലിയ വലിയ ഭാഷാ വൈദഗ്ധ്യം ഉള്ളവരൊന്നും അല്ലെന്ന്. ഇവിടുന്ന് പോയ നമ്മുടെ ആൻഡോ ചെറുപ്പറമ്പിലച്ഛൻ ഞാൻ കണ്ടു. ആ മനുഷ്യൻ രാവിലെ കുത്തിയിരുന്ന് 2 മണിക്കൂറാണ് ഇംഗ്ലീഷിൽ ഭാഷാ പ്രയോഗം പഠനം നടത്തിയിട്ട വചന ശുശ്രൂഷയ്ക്ക് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ കഴിവ് ഒന്നും ഇല്ലെന്ന്. ആർക്കാ ഉള്ളത് മാനുഷികമായ കഴിവ്? അത്രമേൽ വലിയ ജ്ഞാനം, അത്രമേൽ വലിയ വെളിപ്പെടുത്തലുകൾ ഒന്നും ഉള്ളവരല്ല സാധാരണപ്പെട്ട വൈദികർ. ഒറ്റ കാര്യമുള്ളൂ, തമ്പുരാൻ കർത്താവിൽ ആശ്രയിച്ചു. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന്. രാത്രിയും പകലും ആ ദേശത്തേക്ക് ദൈവജനം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, ആ മണ്ണിൽ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം, ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞിടത്ത്, വരണ്ട ഇടത്ത്, വലിയ ഇൻസെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കുന്ന വഴി അത്രയൊക്കെ ദൈവജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ അറിയാതെ കൈയടിച്ച് ഡാൻസ് ചെയ്ത് പാടിപ്പോവും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യഹോഷാഫാത്ത് പറഞ്ഞ കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഈ യുദ്ധം നിങ്ങളുടേതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. നിന്റെ ഉള്ളിൽ കുറവുകൾ വരും. എന്നാൽ സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ യുദ്ധം ദൈവം ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 11. എന്തിനെന്നറിയോ? ഈ ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ ചെന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 4 ദിവസം അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പശ്ചാത്തലത്തിൽ 3 ദിവസം വരെയാണ്
3 ദിവസം വരെയാണ് ഒരാളുടെ ആത്മാവ് ആ വ്യക്തിയുടെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്നത് അവർക്കൊരു വിശ്വാസ രീതിയുണ്ട്. എന്നാൽ അതും കഴിഞ്ഞ് ഇതാ ലാസറിന്റെ അവസ്ഥ, സകലതും തീർന്നുവെന്ന് ചിന്തിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഈശോ കടന്നു ചെല്ലുന്നത്. 11-ാം അധ്യായം 40-ാം തിരുവചനം ഒന്ന് വായിച്ച. 40-ാം തിരുവചനം. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും തീർന്നു. മനുഷ്യര് നോക്കിയത് ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയ ലാസറിന്റെ ശരീരം. വീട്ടുകാര് കണ്ടത്, നാട്ടുകാര് കണ്ടത് ചീഞ്ഞഴിഞ്ഞ ലാസറിന്റെ ശരീരം. പക്ഷേ ഈശോ കണ്ടത് ഏതാ? ഈ ദൈവജനത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ലാസർ. ആമേൻ, ആമേൻ. നീ ഇങ്ങനെ പലതിനെയും വിധി എഴുതി മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ഇത് ശരിയാവത്തില്ല, ഇവൻ നന്നാവത്തില്ല, ഇത് തീർന്നു, ഇത് ചീഞ്ഞഴിഞ്ഞു, ഇത് കെട്ടപ്പെട്ടു, ഇത് കല്ലറയിലാണ്, ഇത് രക്ഷപ്പെടത്തില്ല എന്ന് നീ ആരെക്കുറിച്ചെങ്കിലും വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് നീ അങ്ങനെ വിധി എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ആരെയും കുറിച്ചെങ്കിലും ഇത് കീറി, വട്ടം കീറി ഇട്ടു, തീർന്നു, പോയി, ഇത് പോയി, ഇനി രക്ഷപ്പെടത്തില്ല എന്ന് നിന്റെ മാനുഷിക ബുദ്ധിയിൽ നീ കരുതി എഴുതി കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചന ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നു, ദേ ദൂരെ കളയാൻ വരട്ടെ, കീറാൻ വരട്ടെ. നീ കാണാത്തൊരു കാര്യം നിന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി കാണിച്ചു തരും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. നീ ഇതിങ്ങനെ ഏറ്റെടുത്തോണം. നിന്റെ ജീവിതത്തിൽ ചീഞ്ഞഴിഞ്ഞിയ ഒരു അവസ്ഥയുണ്ടാവും, തകർന്ന് തരിപ്പണമായി ജപ്തി വന്നിരിക്കുന്ന അവസ്ഥ, ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. ജീവിതത്തിൽ മറ്റെല്ലാവരും എന്നെ നശിപ്പിച്ചു, ഇനി ഒന്നും എനിക്കില്ല, ചതിക്കപ്പെട്ടു ഉണ്ടാവും. ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകും. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ മക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവർ തോന്നിയതുപോലെ പോയതിൻ്റെ സങ്കടം പേറുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയരെ, ഒന്നും കീറിക്കളയാൻ വരട്ടെ, ഒന്നും നീ തള്ളിക്കളയാൻ വരട്ടെ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മനുഷ്യബുദ്ധിയിൽ ചീഞ്ഞളിഞ്ഞുവെന്ന് കരുതുന്ന കാര്യത്തിന്റെ മുമ്പിൽ തമ്പുരാൻ കർത്താവ് പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി നല്ല ഒച്ചത്തിലൊരു ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ആമേൻ, ആമേൻ. വിശ്വസിച്ചാൽ ദൈവമഹത്വം സംഭവിക്കും. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ജോസഫ് നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിച്ചോ. നല്ല വചനമാണ്. ജോസഫ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം, ആ പുസ്തകം തന്നെ അവസാനിക്കുന്നത് ഈ ജോസഫിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനം. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് നീ കണക്കാക്കുന്ന തിന്മ, ഇന്ന് നീ കണക്കാക്കുന്ന ഭാരം, പരീക്ഷ, അതിന്റെ മുകളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊന്ന് ചാടി എഴുന്നേറ്റ് നിന്നെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഏറ്റെടുക്കണം. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എത്ര ഭാരപ്പെട്ടതാവട്ടെ, ഒരുപക്ഷെ നീ ചിന്തിക്കും, എന്നെ ഈ കുഴിയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റില്ല, എൻ്റെ വിഷമം അത്ര വലുതാണ്. ആയിക്കോട്ടെ, എന്നാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ കൈകൾ ശൂന്യമാണ്, ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണെന്ന് അഭിമാനിക്കാൻ ഒന്നുമില്ല. നിന്റെ ബിരുദാനന്തര ബിരുദമോ കുടുംബ പാരമ്പര്യമോ നീ ബാങ്കിൽ ഉണ്ടാക്കി വെച്ച സമ്പത്തോ നീ ഈ ഭൂമിയിൽ എന്ത് നേടിയെന്ന് കരുതുന്ന ഒന്നും നിന്റെ മുമ്പിൽ ഈ വിഷയത്തിൽ നിനക്ക് ഉത്തരമല്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. സകലതും തീർന്നുവെന്ന് നീ ചിന്തിക്കുന്ന ഘട്ടത്തിൽ യഹോവായിരേ, ദൈവം നിനക്ക് വേണ്ടി പ്രദാനം ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി പ്രദാനം ചെയ്യും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനസ്സിൽ നമ്മളത് കാണണം. ഈശോ മനസ്സിൽ നേരത്തെ കണ്ടിരുന്നു ആ പ്രശ്നത്തിനുള്ള പരിഹാരം. അബ്രാഹാം ഇതാ മോറിയ മലയിലേക്ക് മകനെയും കൊണ്ട് പോകുമ്പോൾ ആ മലയുടെ അപ്പുറത്തെ വശത്ത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഉയർത്തപ്പെട്ടിരുന്നു എന്നുള്ളതുപോലെ തന്നെ 5 അപ്പം 10,000 വീതം വെക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കി ശിഷ്യന്മാരുടെ മുമ്പിൽ ഈശോ പറഞ്ഞു, ഈ പ്രശ്നത്തിനുള്ള ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ചീഞ്ഞളിഞ്ഞ ലാസർ ഇനി രക്ഷപ്പെടില്ല എന്ന് ജനം പറഞ്ഞപ്പോൾ ഈശോ കണ്ടത് നിവർന്നു നിൽക്കുന്ന ലാസറിനെയാണ്.
ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഈ ഗോലിയാത്ത് എന്ന് പറയുന്ന മഹാമാരുവിനെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നല്ല ചിന്തിച്ചത്, മറിച്ച് ഈ ഗോലിയാത്തിനേക്കാൾ വലിയൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. യഹോവയിരെ, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ മനസ്സിൽ കാണണം, നിങ്ങളുടെ വീടിനെ മനസ്സിൽ കാണണം, നിങ്ങളുടെ മകനെയും മകളെയും മനസ്സിൽ കാണണം, ഇന്നത്തെ കണ്ണുനീരിനെ മനസ്സിൽ കാണണം, ഇന്നത്തെ നിങ്ങളുടെ വിഷമത്തെ മനസ്സിൽ കാണണം, സാമ്പത്തിക തകർച്ചയെ മനസ്സിൽ കാണണം, സ്ഥലം വിറ്റ് പോകാത്തതിന്റെ ദുഃഖം മനസ്സിൽ കാണണം, ഏതെങ്കിലും ബന്ധ തകർച്ചയാണെങ്കിൽ അത് കാണണം, ആരോടെങ്കിലും വെറുപ്പാണെങ്കിൽ അത് മനസ്സിൽ കാണണം, ആരെങ്കിലും നിങ്ങളെ ചതിച്ചതാണെങ്കിൽ അത് മനസ്സിൽ കാണണം, ഏതെങ്കിലും അധികാരി നിങ്ങളോട് മോശമായിട്ട് പറഞ്ഞതാണ്, പ്രവർത്തിച്ചതാണ്, നിങ്ങളെ തള്ളിക്കളഞ്ഞതാണെങ്കിൽ അത് മനസ്സിൽ കാണണം, അത് മനസ്സിൽ കാണണം. കൂടെ നിന്ന് അത്രമേൽ സ്നേഹിച്ചിട്ട് നിന്നെ ചതിച്ചൊരു സംഭവമാണെങ്കിൽ അത് മനസ്സിൽ കാണണം. ഏതാണോ നിന്റെ വിഷമം, ഏതാണോ നിന്റെ പരീക്ഷ, ഏതാണോ നിന്റെ സങ്കടം, അത് നീ മനസ്സിൽ കണ്ട് നീ നിന്നോട് തന്നെ പറയണം, ഈ മലയിൽ, ഈ പ്രതിസന്ധിയിൽ ദൈവം എനിക്ക് പ്രദാനം ചെയ്യും, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. യഹോവ ഈരേ, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, യഹോവ ഈരേ, യഹോവ ഈരേ, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും, ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. ഈ കണ്ണുനീര് ഒരു അനുഗ്രഹമായിട്ട് മാറും. ഓ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിൽ പോരാ 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 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയേ. ശക്തിയോടെ യഹോവ ഈരേ. യെസ്, the mighty power, the mighty power, the mighty power. കൈകളടിച്ച് ശക്തിയോടെ പോരാ, നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ വിശ്വസിച്ച്. ആമേൻ. ഇത് സംഭവിക്കട്ടെ. ആമേൻ. ആമേൻ. യെസ് യെസ്. വിശ്വസിച്ചാൽ ആമേൻ സംഭവിക്കട്ടെ. ആമേൻ. ചേർന്ന് പാടിക്കെ, വിശ്വസിച്ചാൽ. ഒച്ചത്തിൽ പാടിക്കെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആമേൻ. ആരാധിച്ച ദൈവത്തിന്റെ വിരുദ്ധം കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ. പാടിക്കെ പാടിക്കെ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. സംഭവിക്കട്ടെ. ആരാധിച്ച ദൈവത്തിന്റെ വിരുദ്ധം കാണാം. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. പോരാ 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 പോരാ. നാവ് തുറന്ന്, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ദൈവജനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, നിന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. വിശ്വസിച്ചാൽ ഒരു ദൈവ മഹത്വം സംഭവിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്റെ സങ്കടത്തെ എന്റെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. ഓ ജീസസ്, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവിൽ എന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവിൽ എന്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവി വചനത്തിന്റെ ശക്തി എന്റെ മേൽ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. കർത്താവ് വിശ്വസിക്കുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തോ. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. മകളെ ഓർത്ത് വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അമ്മേ, മകളുടെ തെറ്റായ ജീവിതത്തിന്റെ വഴിയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കും. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ മതി. തള്ളിക്കളയണ്ട, തള്ളിക്കളയണ്ട, കീറിക്കളയണ്ട, മാറ്റിക്കളയണ്ട. ചീഞ്ഞഴിഞ്ഞതിനെ ദൈവം വീണ്ടും ഉയർത്തിയെങ്കിൽ, അസ്ഥികൾ വരണ്ടുണങ്ങി കിടക്കുന്നു, അവയെ ജീവനോടെ ഉയർത്തിയെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിച്ചോ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് അവര് തോന്നിയതുപോലെയൊക്കെ പോവുകയാണല്ലോ എന്നുള്ള വലിയ ഭാരം ഒത്തിരി മാതാപിതാക്കളുടെ ചങ്കിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അവരെ തന്ന ദൈവമുണ്ട്. നിന്റെ കണക്കൂട്ടലല്ലെന്ന് ദൈവം പ്രവർത്തിക്കും. യെസ്, ഐ ബിലീവ് ആൻഡ് ഐ ട്രസ്റ്റ്. ഏതെങ്കിലും രോഗപീഠയുടെ മുമ്പിൽ വിഷമിച്ചു
ഈ രോഗം എൻ്റെ മരണത്തിലേക്കാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11:4 ഈശോ ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ കൊടുത്ത സന്ദേശം നിനക്കാണ്. ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. യെസ്, ഇത് നിന്റെ മേൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക. വലിയൊരു പ്രതിസന്ധിയാവും, സാമ്പത്തികമായ ഞെരുക്കം. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഐ ബിലീവ് ആൻഡ് ഐ ക്ലെയിം. ഓരോ വ്യക്തിയും നെഞ്ചിൽ കരങ്ങൾ വെച്ച് വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ ഞാൻ ദൈവമഹത്വം ദർശിക്കും. കർത്താവ് അങ്ങ് എന്നോടാണിത് പറയുന്നത്. പരീക്ഷയുണ്ടോ? എനിക്ക് വേണ്ടി അങ്ങ് പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. 1 കൊരിന്തോസ് 10:13. അതേ, ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിനക്കുണ്ടായിട്ടില്ല. ദൈവം സർവശക്തനാണ്. നിന്റെ ശക്തിക്കതീതമായ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇന്ന് നീ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധിയിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നെറ്റിയിൽ കുരിശടയാരം വരച്ച് സ്വയം പറയണം, ആമേൻ, ആമേൻ, ആമേൻ. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പറഞ്ഞ വചനം ആരാധന സമയത്ത് അത് അനുഗ്രഹമായിട്ട് മാറപ്പെടുകയാണ്. കർത്താവെ, അങ്ങൻ്റെ മേൽ പ്രവർത്തിക്കണമേ. ആഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആമേൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ പരിശുദ്ധാരാധനയുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം, നീ കടന്നു പോകുന്ന അവസ്ഥ ദൈവത്തിനറിയാം. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പുതിയൊരു അഭിഷേകം, പുതിയൊരു ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ട്. യെസ്, ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. എൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും ആ വഴി ഏതെന്നറിയാതെ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടി നിൽക്കുന്നു. എൻ്റെ കർത്താവെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതാ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ വഴി എനിക്ക് തെളിയിച്ചു തരണമേ. ഇസ്രായേൽ ജനം കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വഴിയില്ല. അവരുടെ ബുദ്ധിയിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള അറിവിൽ അവർക്കൊരു വഴിയില്ല. എന്നാൽ കടലിൻ്റെ കരയിലെത്തിച്ച ദൈവം ആ കടലിന് നടുവിലൂടെ ഒരു വഴി കണ്ടിട്ടുണ്ട്, ഒരു വരണ്ട വഴി കണ്ടിട്ടുണ്ട്. കടന്നു പോകാൻ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവേ, ആ വഴി എന്നെ പഠിപ്പിക്കണമേ. ഒരുപക്ഷെ നീ ഇന്ന് ചിന്തിച്ചിരിക്കുന്നത് എല്ലാം തീർന്നു, അവസാനിച്ചുവെന്നാണോ? അല്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസർ മരിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു. ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയ അവൻ്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടിരിക്കുന്നു. കല്ലറയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഈശോ ദൈവജനത്തെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവം ആരംഭിക്കും. പലതിനെയും നമ്മൾ ഇങ്ങനെ ചീഞ്ഞഴിഞ്ഞത്, ഇനി രക്ഷയില്ല എന്ന് കരുതി പല കല്ലറകളിലും അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ കർത്താവ് ആ കല്ലറയിൽ അടക്കം ചെയ്തത്, കല്ലുരുട്ടി വെച്ച് ആർക്കും തുറന്നു പുറത്തു വരാൻ പറ്റാത്തവണ്ണം നീ ബന്ധിച്ചത്, ചീഞ്ഞഴിഞ്ഞു തുടങ്ങിയത്, വരണ്ടത് എന്ന് തുടങ്ങി ഏത് വിഷയത്തിലും കർത്താവ് പ്രവർത്തിക്കുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുകയാണ്. എൻ്റെ സഹോദര, സഹോദരി, നീ വിശ്വസിക്കണം. നീ ഒരു പക്ഷേ പ്രായമായ വ്യക്തിയാവും. നീ സ്വയം ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ അനുഭവ പരിചയത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, എൻ്റെ അനുഭവ പരിചയത്തിൽ ഞാൻ കണ്ടത് ഇങ്ങനെയൊക്കെയാണല്ലോ, എൻ്റെ കണക്കുകൂട്ടലിൽ ഇങ്ങനെയാണല്ലോ, ഞാനിതേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നീ കാണാത്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം നിനക്ക് നൽകും. നിന്റെ അനുഭവ പരിചയത്തിൽ ഇല്ലാത്തൊരു കാര്യം കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ അത് വിശ്വസിക്കണം. ഒരുപക്ഷെ വേറെ ചെറുക്കം ചിലരെങ്കിലും ചിന്തിക്കാം, ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചതാണല്ലോ, എന്നിട്ടും ഇങ്ങനെയൊക്കെയല്ലേ മുമ്പോട്ട് നീങ്ങുന്നുള്ളൂ, ഒരു അനക്കവുമില്ലല്ലോ, ഒരു ചലനവുമില്ലല്ലോ, ഒരു രക്ഷയുമില്ലല്ലോ. എന്നാൽ എൻ്റെ പ്രിയ സഹോദര, ദൈവത്തിനൊരു സമയമുണ്ട്. മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകൾ നിന്റെ മുകളിൽ ഉയർന്നു നിൽക്കും. നീ കാണുന്നതല്ല ദൈവം കാണുന്നത്. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, കണ്ണു തുറന്ന് ജീവിതത്തെ കാണാൻ തക്കവണ്ണം എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വലിയ പ്രാർത്ഥന ഈ പരിശുദ്ധ അൽത്താരിൽ സമർപ്പിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നൊരു വിഷയമാവാം, ഒരു വ്യക്തിയെക്കുറിച്ചാവാം. ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു വ്യക്തിയുടെ പേരുണ്ടാവും ചിലപ്പോൾ മനസ്സിൽ. മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിയെ ഈ അൾത്താരയിൽ കൊടുക്കുക, ആ ഭാരം കൊടുക്കുക. ഒരുപക്ഷെ ചില കാര്യങ്ങൾ ഓർത്തോർ ദുഃഖിക്കുന്നവരുണ്ട്, അത് കൊടുക്കുക. ഈശോ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങ് പ്രവർത്തിക്കണമേ, അങ്ങയുടെ വഴി തുറക്കപ്പെടട്ടെ. കർത്താവെ, ആ വഴി ഏതെന്ന് എന്നെയും പഠിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഒരുപക്ഷെ ചില ആളുകൾ നിന്നെ ചതിച്ചതാവാം, അതോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ആ ഭാരത്തിനിടയിൽ കർത്താവ് ഒരു വഴി തുറന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. മനുഷ്യർ നിന്നെ ചതിക്കും,
മനുഷ്യർ നിന്നെ ഒറ്റപ്പെടുത്തും, മനുഷ്യർ നിന്നെ കളിയാക്കും, മനുഷ്യർ നിന്നെ ഇട്ടിട്ട് പോവും. എന്നാൽ ദൈവം ഒരിക്കൽ ഇട്ടിട്ട് പോവില്ല. നീ അത് വിശ്വസിച്ചോ? യഹോഷാഫാത്ത് രാജാവിൻ്റെ മുമ്പിൽ പല രാജ്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ യഹസിയേൽ എന്ന് പറയുന്ന ദൈവപുരുഷനിലൂടെ വെളിപ്പെടുത്തിയത് മറക്കരുത്. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഈ യുദ്ധം ഇത് നിന്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ദാവീദ് അതാണ് ഗോലിയാത്തിനോട് പറഞ്ഞ്, ഗോലിയാത്തേ, ഈ യുദ്ധം നിന്നോടല്ല, മറിച്ച് ഞങ്ങളുടെ ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയരെ, വിശ്വസിക്കൂ. ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ സമയത്ത് സർവവും ദൈവസന്നിധിയിലേക്ക് കൊടുത്തോ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. തലയ്ക്കകത്തുള്ള ഭാരം, ഓർത്തോർത്തുള്ള ദുഃഖം, തോളത്തെ നമ്മുടെ ഭാരം, ഒത്തിരി ഭാരം ചുമന്നവരുണ്ടല്ലോ, ഒക്കെ കൊടുത്തോ. കർത്താവേ, ഇതെല്ലാ ഭാരവും സമർപ്പിക്കുന്നു, എല്ലാ വിഷമങ്ങളും സമർപ്പിക്കുന്നു. നാളുകളായി ഞങ്ങൾ കൊണ്ടു നടക്കുന്ന, ഞങ്ങളുടേതെന്ന് കരുതുന്ന എല്ലാ പ്രതിസന്ധികളും സമർപ്പിക്കുന്നു. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5, ഇതാ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം ഈ നാളുകൾ ചെയ്യാൻ പോകുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അൾത്താരയിലുള്ള ദൈവ സാന്നിധ്യം നിന്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കാൻ പോവാണ്. ഒരുപക്ഷെ ക്ഷീണിച്ചു നിൽക്കുന്നവര്, മരവിച്ച് നിൽക്കുന്നവര്, ചില വിഷമങ്ങളുടെ മുമ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. എന്ത് ചെയ്യണമെന്നറിഞ്ഞിട്ട് ഭയങ്കര മരവിപ്പ്, ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്നു. നീ വിഷമിക്കേണ്ട, നിന്നെ കർത്താവ് ചലിപ്പിക്കാൻ പോവുക. സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരാൻ പോവുക. സ്വർഗത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും. സ്വർഗത്തിന്റെ ശക്തി അത് പരിശുദ്ധാത്മാവാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഈ ക്ഷീണം മാറാൻ, ഈ ഭാരം മാറാൻ, വഴി തുറക്കപ്പെടാൻ സ്വർഗത്തിന്റെ ശക്തി ഞാൻ എന്നേക്കും ഒരു സഹായകനെ നിനക്ക് വേണ്ടി അയക്കും. അത് പരിശുദ്ധാത്മാവാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. പരിശുദ്ധാത്മാവേ, 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 എന്റെ ഭാരം ഏറ്റെടുക്കാൻ എന്നെ സഹായിക്കുന്ന നിത്യസഹായകനെ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു വെളിപ്പെടുത്തൽ പോലെ എന്റെ ശരീരത്തിലൊന്ന് പ്രവർത്തിച്ചേ. എന്റെ ഈ മരവിപ്പൊന്ന് മാറ്റിക്കേ, എന്റെ ക്ഷീണമൊന്ന് മാറ്റിക്കേ, എന്റെ അസ്വസ്ഥതയൊന്ന് മാറ്റിക്കേ, ഉറക്കമില്ലായ്മൊന്ന് മാറ്റിക്കേ. എന്റെ ശരീരത്തിനൊരു ബലം കിട്ടട്ടെ, എന്റെ ചിന്തകൾക്കൊരു പ്രകാശം കിട്ടട്ടെ, എന്റെ വഴികൾ തുറക്കപ്പെടട്ടെ. ഓ സ്വർഗത്തിന്റെ കനല്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചോ. പോരാ 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 പോരാ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിക്കണം. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുന്നു, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ 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 വിളിക്കട്ടെ. പരിശുദ്ധാത്മാവ്, സ്വർഗത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. യെസ് യെസ് യെസ്, ഈ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. ആമേൻ. കൈയടിച്ച് കൈയടിച്ച്. ആമേൻ. സംഭവിക്കട്ടെ. റൂഹായേ, ആമേൻ ആമേൻ. സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. ഓ റൂഹായേ, ഈ സമയത്ത് തന്നെ രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14:21, ഇതാ കടല് കടക്കാൻ അവർക്ക് കൃപ നൽകിയത് കിഴക്കൻ കാറ്റയച്ച്, അത് സ്വർഗത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവാണ്. റൂവാഹ് എലോഹിം അവരുടെ മേൽ സംഭവിച്ചു. ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം, രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ പറന്നിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും പറന്നിറങ്ങട്ടെ.
ഓരോ വ്യക്തിയിലും പറന്നിറങ്ങട്ടെ. വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ, വലിയൊരു അഭിഷേകം സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കട്ടെ, ഓരോ വ്യക്തിയിലും അത് സംഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഈ ദൈവജനത്തിൽ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ശക്തി ഈ ദൈവജനത്തിൽ അത് വെളിപ്പെടട്ടെ, ഓരോ വ്യക്തിയിലും അത് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുന്നു, ഓരോ വ്യക്തിയിലും നിറയപ്പെടുന്നു, ഒരു പുതിയ അഭിഷേകത്താൽ നിറയപ്പെടുന്നു. ആരാധന 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 ആരാധന. നെറ്റിയില് കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ. പരസ്പരം ഒന്ന് തിരിഞ്ഞു നിൽക്കുവോ? നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ നിങ്ങളൊന്ന് വലതുകരം വെച്ചൊന്ന് അനുഗ്രഹിച്ചേ. ആ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ ശക്തി ഈ വ്യക്തിയിൽ നിറയപ്പെടട്ടെ. അത്ഭുതകരമായൊരു വിടുതൽ ഈ വ്യക്തിയിൽ സംഭവിക്കപ്പെടട്ടെ. അബ്രാഹം മകനായി ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോയപ്പോൾ ചോദ്യം, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടെവിടെ? അപ്പം പറഞ്ഞു, ദൈവം പ്രദാനം ചെയ്യും. ഉൽപ്പത്തി പുസ്തകം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്, ദൈവം പ്രദാനം ചെയ്യും. യഹോവ ഇരേ, ദൈവം പ്രദാനം ചെയ്ത സ്ഥലത്തിനിട്ട പേരാണ് യഹോവ ഇരേ. ഇത് ഈ വ്യക്തിയിൽ സംഭവിക്കട്ടെ. നിങ്ങളിപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കട്ടെ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ച് അവരുടെ ശിരസിൽ ഒന്ന് കരങ്ങൾ വെച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവം പ്രദാനം ചെയ്യും. ഈ വ്യക്തിയുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഭാരവും മാറട്ടെ. ദൈവം പ്രദാനം ചെയ്യും, ദൈവം പ്രദാനം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 6:6, ജനക്കൂട്ടം വിശന്നിരിക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, ഇവർക്ക് അപ്പം കൊടുക്കണ്ടേ? ശിഷ്യന്മാർ കണക്ക് കൂട്ടാൻ തുടങ്ങി. എന്തു ചെയ്യും? ഞങ്ങൾ നിസ്സഹായരാണ്. വചനം പഠിപ്പിക്കുന്നു, 6-ാം അധ്യായം 6-ാം തിരുവചനം, എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ കരുതിയിരുന്നു. ഈ കരം പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ, ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിനൊരു പദ്ധതിയുണ്ട്, കർത്താവിനൊരു പദ്ധതിയുണ്ട്. ദൈവം പ്രദാനം ചെയ്യും. ഒരു പരീക്ഷയുണ്ടോ? അവിടെ പരിഹാരമുണ്ട്, അവിടെ പരിഹാരമുണ്ട്. ഏതെങ്കിലും തോൽവികളിൽ കഴിയുന്നവര്, ജീവിതത്തിൽ രക്ഷയില്ല എന്ന് കരുതുന്നവര്, വിശ്വസിച്ചോളൂ. 4 ദിവസം കഴിഞ്ഞു ലാസർ മരിച്ചിട്ട്. ചീഞ്ഞഴിഞ്ഞ ലാസറിന്റെ ശവകുടീരത്തിന് മുമ്പിലാണ് യേശു എത്തിയത്. മനുഷ്യന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. പക്ഷേ ദൈവം അവിടെ ആരംഭിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യും. നീ വിശ്വസിക്കൂ. ബിലീവ് ആൻഡ് ഐ ക്ലെയിം, ബിലീവ് ആൻഡ് ഐ ക്ലെയിം. യെസ്, ഈ സമയത്ത് അത് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റെടുക്കുന്നു. കർത്താവേ, കർത്താവേ, ഞാൻ കാണാത്തൊരു വഴി എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിട്ടുണ്ടല്ലോ. നന്ദി കർത്താവേ, നന്ദി, നന്ദി. ആ വിശ്വസിച്ച് ആ വ്യക്തിയിൽ ഒന്ന് കരം വെച്ചൊന്ന് സ്തുതിച്ച്. കർത്താവിന്റെ ആത്മാവ് അനേകർ അഭിഷേകത്തിലേക്ക് നയിക്കുന്നുണ്ട്. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവ് വെളിപ്പെടുത്തണമേ. തടസ്സങ്ങൾ മാറട്ടെ, സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്ന ദൈവമേ അങ്ങ് പ്രവർത്തിക്കണമേ. ആരാധന ആരാധന ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ വ്യക്തിയിൽ വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. കൃപയ്ക്കുമേൽ കൃപ നിറയട്ടെ, കൃപയ്ക്കുമേൽ കൃപ നിറയട്ടെ. ശക്തമായ നടുവേദനയുള്ള ഒരു സ്ത്രീയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ കാരുണ്യം നിന്റെ മേൽ ഒഴുകുന്നു. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളെ ആശീർവദിക്കുന്നു, ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നു. പരീക്ഷ പേടി മാറ്റി കർത്താവ് ഒരു മകളെ അനുഗ്രഹിക്കുന്നു. ജാസ് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോ നിന്റെ മേൽ ഇടപെടുന്നു. തകർച്ചകളെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ഭാരപ്പെടേണ്ടെന്ന് ഈശോ പറയുന്നു. വിവാഹ ജീവിതത്തിലെ സങ്കടങ്ങൾ കർത്താവ് ഇടപെടുന്നു. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ. ആ നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒറ്റ കാര്യം, പരീക്ഷ ദൈവം അനുവദിച്ചിട്ടുണ്ടോ? പരിഹാരം ഉണ്ട്. അതാണ്. അതങ്ങോട്ട് ഏറ്റെടുത്തോ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. വിശ്വസിച്ച് ഈ ആശീർവാദം ഏറ്റെടുക്കട്ടെ.